ഏവർക്കും നമസ്കാരം. താഴെ കിടന്നിട്ട് നല്ല ആഘോഷകരമായിട്ട് എല്ല് കടിച്ച് മുറിച്ച് തിന്നുന്ന എൻ്റെ പട്ടിക്കുഞ്ഞിനെ നിങ്ങൾ കണ്ടോ? ഇവന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഇവനിപ്പോൾ ഏകദേശം ഒരു 9 വയസ്സ് അത്രയും പ്രായമുണ്ട്. അപ്പം 9 വർഷങ്ങൾക്ക് മുൻപ് ഒരു ടയറുകടയുടെ മുൻപിൽ ആരോ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു പട്ടിക്കുഞ്ഞായിരുന്നു ഇവന് ഞാനൊരു പേരിട്ടിരുന്നു. ടയറുകടയുടെ മുമ്പിൽ വെച്ച് കിട്ടിയ പട്ടിക്കുഞ്ഞായതുകൊണ്ട് ഞാൻ അവനെ ടയറോ എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചതിന് ശേഷം ഞാൻ അവനെ കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ട് വന്നു. ഒന്നല്ല, എനിക്ക് അപ്പോൾ ആ സമയത്ത് ഈ വഴി കിടക്കുന്ന കുറേ പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കൊണ്ട് വന്നിരുന്നു. അപ്പോൾ പലരും കൊണ്ടുപോയി പലർക്കും കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇവനെ ഞാൻ വിട്ട് കളഞ്ഞിരുന്നില്ല. പക്ഷേ ഇവനെ ആ സമയത്ത് ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ലാബിൻ്റെ കുഞ്ഞു പോലെ തന്നെയാണ് ഇവനെ കണ്ടു കഴിഞ്ഞാലിരുന്നത്. പക്ഷേ പിന്നീട് അവൻ വളർന്നു വന്നപ്പോഴത്തേന് ലാബിൻ്റെ ഇതൊക്കെ മാറി സാധാരണ ഒരു നാടൻ ബ്രീഡാണ്. ആ രീതിയിലേക്ക് ഇവനെ എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് കുറച്ച് നാളുകൾ കഴിഞ്ഞു. അങ്ങനെ കാലം ഒരു വർഷമൊക്കെ നന്നായിട്ട് ഇണങ്ങി വളരെ നന്നായിട്ട് അറ്റാച്ച്ഡായിരുന്നു. ഞാനോട്ട് വളരെയേറെ അറ്റാച്ച്ഡായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്കൊന്ന് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോഴേക്കും എനിക്ക് പ്രൊജക്റ്റ് വർക്കായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ പോകണമായിരുന്നു. ഏകദേശം 6 മാസത്തെ പ്രൊജക്റ്റായിരുന്നു. പക്ഷേ 6 മാസം എന്നുള്ളത് നീണ്ടു വന്ന് അത് ഒരു വർഷത്തേക്ക് ആകുകയാണ് ഉണ്ടായത്. അത് മറ്റെങ്ങും ആയിരുന്നില്ല. ഞാൻ കുവൈറ്റിലേക്ക് പോകുന്ന കുവൈറ്റിലേക്കായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പോഴേക്ക് ആ യാത്രയിൽ ഞാൻ കുവൈറ്റിലേക്ക് പോയപ്പോൾ ഇവനെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് ആരും ഇവനെ വീട്ടിലൊന്നും പട്ടീനെ വളർത്തുക അല്ലെങ്കിൽ അതിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അംഗീകരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പോഴെനിക്ക് ഇവനെ എൻ്റെ ഒരടുത്തൊരു സ്നേഹിതൻ എനിക്ക് ഇവനെ നൽകേണ്ടി വന്നു. അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അതിനുശേഷം പലപ്പോഴും പല സമയത്തും നിൻ്റെ മുഖം ഒന്ന് കാണിക്കാൻ വേണ്ട, കഴിച്ചോ അവനെ ഞാനൊന്ന് എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അതിനുശേഷം പിന്നീട് പല സ്ഥലങ്ങളിലേക്കും സൗദിയിൽ നിന്ന് അവിടുന്ന് സൗദിയിലേക്ക് പോയി, സൗദിയിൽ നിന്ന് ദുബൈ പോയി, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും യാത്രകൾ പല സ്ഥലങ്ങളിലേക്കും ഒക്കെ ചെയ്യുകയുണ്ടായി. അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പോൾ ഈ 5-6 മാസം എന്നുള്ള സംഗതി 1 വർഷമാകുകയും 1.5 വർഷമാകുകയും 2 വർഷമാകുകയും അങ്ങനെ വർഷങ്ങൾ കടന്നു പോയിട്ട് അത് 8 വർഷത്തോളമാകുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു 8 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു വളരെ നീണ്ട ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഒരു നായ്ക്കുട്ടീനെ നമ്മളുടെ കയ്യിൽ നിന്ന് 8 വർഷത്തെ ഗ്യാപ്പ് വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ധാരാളം മാറ്റങ്ങൾ വരും, മനുഷ്യന് ധാരാളം മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ ആ മാറ്റങ്ങളിൽ നമ്മളൊരു മനുഷ്യൻ്റെ കാര്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 8 വർഷത്തെ ഒരാളുടെ മുഖഭാവവും മറ്റു പല കാര്യങ്ങളും എല്ലാം മാറി മറിഞ്ഞൊക്കെ പോകും. അപ്പോൾ നമ്മളെ മനുഷ്യനെ തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്നേഹത്തിനെ ഇതിനെ ഏൽപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇനി വേണ്ട, ഞാനിതിനെ വളർത്തിക്കോളാം, എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെന്ന് പറഞ്ഞിട്ട് അവനെ നന്നായിട്ട് വളരെ മറ്റൊരു പേരൊക്കെ കൊടുത്തിട്ട് ആണ് വളർത്തിയിരുന്നത്. വളരെ നന്നായിട്ട് അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് അവൻ വളർന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോഴേക്കും എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു സ്ഥലത്തേക്ക് പോകണം, മദറിന് ഇച്ചിരി ഹോസ്പിറ്റലൈസ്ഡ് പ്രോബ്ലമൊക്കെയാണ്, അപ്പോൾ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അധിക ദിവസത്തേക്കൊന്നുമല്ല, കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നമ്മുടെ ഇവനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കുഴപ്പമില്ല. അപ്പോൾ എനിക്കൊരു ഭയമുണ്ടായിരുന്നു, അങ്ങനെ രീതിയിലേക്ക് ചെയ്യുമ്പോഴേക്കും ഇത്രയും ദീർഘമായ കാലഘട്ടമാകുമ്പോഴേക്കും അവനെ തിരിച്ചറിയുമോ, എന്നെ കണ്ടാൽ അറിയുമോ, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമോ എന്നുള്ള രീതിയിലേക്ക്. കാരണം നമ്മുടെ മനുഷ്യരുടെ സ്വഭാവത്തിൽ എന്ന് വെച്ചാൽ 8 വർഷമൊന്നും വേണ്ട, 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമ്മൾ പരസ്പരം ബന്ധുക്കളാണെങ്കിൽ പോലും സ്വന്തം സഹോദരങ്ങൾ ആണെങ്കിൽ പോലും ഒരാൾ മറ്റൊരാളെ മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ മറന്നു പോകുന്ന ഒരു സംവിധാന ക്രമമാണ് നമ്മുടെ മനുഷ്യജീവിതത്തിലുള്ളത്, അല്ലേ. പക്ഷേ ഒരിക്കലും വളരെ അതിശയോക്തിപരമായിട്ട് ഞാൻ പറയുകയില്ല, ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മൃഗങ്ങൾക്കൊരിക്കലും അങ്ങനെയല്ല, അവരൊരിക്കലും നമ്മളെ മറന്നു പോവുകയില്ല. നിങ്ങൾ വളരെ പക്ഷേ അത്ഭുതപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അത്ഭുതപ്പെടുകയില്ല. മൃഗങ്ങളുടെ കേസായതുകൊണ്ട് നിങ്ങൾക്കത് വിശ്വസിക്കാൻ തീർച്ചയായിട്ടും. അപ്പോൾ ഈ 8 വർഷത്തിന് ശേഷം ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുകയും അവനെ കാണുകയും ചെയ്തപ്പോൾ അവൻ എന്നെ പൂർവാധികം സ്നേഹത്തോടു കൂടി എന്നെ ജസ്റ്റ് വന്നപ്പോൾ ആദ്യം ഒന്ന് കുരച്ചു. എൻ്റെ മുഖമൊക്കെ കണ്ടപ്പോൾ താടിയൊക്കെ വെച്ച് ഈ കാട്ടാളനെ പോലെയുള്ള ആൾ ആരാണ് എന്ന് ഓർത്തിട്ടൊക്കെ ആയിരിക്കാം. പക്ഷേ പിന്നീട് പുള്ളിക്കാരന് എന്നെ വളരെ വേഗം തിരിച്ചറിയുകയും ഇതിനൊരു എത്ര പറയുക, ഒരു ഹാഫ് സെക്കൻഡ്, ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. അതിനകം തിരിച്ചറിയുകയും വാലാട്ടുകയും നന്ദി പ്രകടനങ്ങൾ കാണിക്കാൻ ഭയങ്കര ചാട്ടവും തുള്ളലും പല പരിപാടികളുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നായ എന്ന് പറഞ്ഞ വിഭാഗം അല്ലെങ്കിൽ ഈ പട്ടിക്കുഞ്ഞുങ്ങൾ ഒരിക്കലും അവരുടെ സ്നേഹം, അവരുടെ യജമാനന്മാരെ ഒരിക്കലും അവർ മറന്നു പോകില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അവന് ഇങ്ങോട്ടൊന്നും നോക്കാതെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഞാൻ അവനൊരു ഒരു എല്ലിൻ്റെ കഷ്ണം കൊടുത്തിരുന്നു. അതിൻ്റെ കടിച്ച് പറിച്ച് അതുമായിട്ടുള്ള ത്രില്ലിലാണ്
എടാ നോക്കിയേ വാ. അപ്പോൾ അവൻ അതുമായിട്ട് ഇങ്ങനെ ഇതുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനത് അവനെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ അത് ആസ്വദിക്കുകയാണ് അവന്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സംഗതി തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മനുഷ്യർ മറന്നു പോകുന്ന പലതും മൃഗങ്ങളിലൂടെയാണ് നമുക്ക് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. ഇവനാളിങ്ങനെ തന്നെ ജഗജിതിയാണ്, ഭയങ്കര വേദനയാണ്. ഒരു കുഞ്ഞ് ഈച്ച അതുവഴി വന്നു കഴിഞ്ഞാൽ ആ പരിസര പ്രദേശത്ത് കൂടി പോലും അതിനെ വിടില്ല. അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, നല്ല ഉഷാറാണ് ആൾ. എന്ത് പറഞ്ഞാലും നമ്മുടെ കോമ്പൗണ്ട് വിട്ട് പുറത്തൂടെയൊക്കെ ആര് പോയാലും ഒരു വിഷയമില്ല. ഒരു കോമ്പൗണ്ടിലേക്ക് ഒരു എലിക്കുഞ്ഞ് പോട്ടെ, ഒരു കുഞ്ഞ് പാറ്റ അതുവഴി വന്നാൽ പോലും അവനെ കടത്തി വിടില്ല എന്നുള്ള കാര്യമാണ്. അത്രയ്ക്ക് ഉഷാറുള്ള ആളാണ് നമ്മുടെ ഈ ചങ്ങാതി. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയുവാനും ഇവനെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാനും ഇവനെ ഒന്ന് പരിചയപ്പെടുത്തുവാനും വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ട് വന്നത്. ട്രാവൽ വിസ്നുവിൻ്റെ സത്യംതിയിലുള്ള യാത്രയിൽ എനിക്കിന്ന് ഇവനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ സാഹചര്യം എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ചില വസ്തുതകൾ നമുക്ക് എപ്പോഴും തിരിച്ചറിയാനായിട്ട് നമുക്ക് ചിലപ്പോൾ മൃഗങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അവരിൽ നിന്ന് പോലും നമുക്കിപ്പോൾ പലതും പഠിക്കേണ്ടതായിട്ടുണ്ട്. എടാ ഇങ്ങോട്ട് നോക്കടാ. അവനിങ്ങോട്ട് നോക്കുന്നേ ഇല്ല, നോക്കി. ഇങ്ങോട്ട് പോകാതെ, അവിടെ പോകാതെ. എടാ താഴെ പോടാ, അവിടെ പോക്കോ. അവിടെ പോക്കോ. ഓക്കേടാ, അവിടെ കിടന്നോ. അത് നീ കടിച്ച് തിന്നോ കേട്ടോ. അത് തിന്നോ, ഗുഡ് ബോയ്. അത് കടിച്ചു അവിടെ കിടന്നു. ദാറ്റ്സ് ഇറ്റ്. കണ്ടോ, അവനോട് എന്തോ ഒരു ഈച്ചയോ മറ്റോ പോയതാണ്. ഇവൻ്റെ ചേഷ്ടകളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര അനുസരണമുള്ളവരാണ്, ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡാണ്, ഭയങ്കരമായിട്ട് മനസ്സിലാക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയാണ്. ഒരു കാര്യം പറഞ്ഞു, ഞാനിവനെ ഉടുപ്പൊക്കെ ഇടിപ്പിക്കുമായിരുന്നു, ഷർട്ടൊക്കെ ഇടിപ്പിക്കുമായിരുന്നു, നിക്കറൊക്കെ ഇടിപ്പിച്ചിട്ടിരുത്തിയാൽ ഇപ്പോഴും അതൊക്കെ എഴുതി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇരുന്നോളും. വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് കാറിലൊക്കെ നല്ല മോർ ദാൻ ഹാഫ് ആൻ അവർ, ഒരു 1 അവറൊക്കെ കൂളായിട്ട് ഒരു കുഴപ്പമില്ലാണ്ടിരുന്നോളും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ഇതും ഉണ്ട് അവന്. സാധാരണ പട്ടിക്കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, അല്ല അവരെങ്ങനെ സ്നേഹിക്കുന്നു, അല്ല അവരോട് നമ്മളെങ്ങനെ ഇടപഴകുന്നു എന്നനുസരിച്ചാണ് അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് വളരെയേറെ നന്നായിട്ട് അവർ നമ്മളെ സ്നേഹിക്കുകയും നമ്മളോട് ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യും. എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ സത്യം പറഞ്ഞ് നമുക്ക് സങ്കടം വന്നുപോയി. കാരണം ഇത്രയും നാളുകൾക്ക് ശേഷം അവന് എന്തൊക്കെയോ പറഞ്ഞ് കരയുന്ന പോലെയാണ്. ഇവനങ്ങനെ പ്രത്യേകതയുണ്ട്. മനുഷ്യർ കരഞ്ഞ് സംസാരിക്കുന്ന പോലെ, പറഞ്ഞ് സംസാരിക്കുന്ന പോലെ ആ രീതിയിലൊക്കെ ഇവൻ പറഞ്ഞ് കരഞ്ഞൊക്കെ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തുമെന്നുള്ളൊരു പ്രത്യേകത കൂടി ഇവനുണ്ട്. അപ്പം ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഞാനിങ്ങനെ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം. അപ്പോൾ ഇവനൊരു ചെറിയൊരു കാലയളവിലേക്ക് മാത്രമേ ഉള്ളൂ, അതൊരു സത്യമാണ്. അദ്ദേഹം തിരിച്ച് വന്നിരുമ്പോഴേക്കും പിന്നെ തിരിച്ച് അവൻ്റെ സങ്കേതത്തിലേക്ക് അവനെ തിരിച്ച് ആക്കേണ്ട സംഗതിയുണ്ട്. ശരി, നല്ല ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.